റേക്ക് ചെയ്താൽ ഭാഗ്യം വരുമോ? അത് ചുമ്മാ ആൾക്കാർ പറയുന്നതാണോ? അത് സത്യമാണോ? അതിലെന്താണ് വാസ്തവം? അത് റേക്ക് ചെയ്താല് ഭാഗ്യം വരികയല്ല ചെയ്യുക, ഭാഗ്യം കൊണ്ടുവരപ്പെടുകയാണ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് റേക്ക് ചെയ്തുകൊണ്ടത് ഭാഗ്യമൊന്നും വരില്ല. റേക്ക് ഭാഗ്യം കൊണ്ടുവരപ്പെടുക എന്ന് വെച്ചാൽ, റേക്കിൽ പറയുന്ന ഒരു തിയറി ഉണ്ട്, റേക്കി ബോക്സ് എന്ന് പറഞ്ഞ്. അപ്പൊ റേക്കി ബോക്സിൽ റേക്കിൽ പറയുന്ന ചില താന്ത്രിക സിമ്പിളുകൾ വരച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഒരു വിവാഹമായിക്കോട്ടെ, നമ്മളുടെ ആവശ്യമായിട്ടുള്ള ഒരു ജോലി ആയിക്കോട്ടെ, നമ്മളുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു പരീക്ഷയിൽ എഴുതിയ വിജയമായിക്കോട്ടെ, അതിനെല്ലാം നമ്മൾക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് റേക്കി സിമ്പിളുകൾ വെച്ചുകൊണ്ട് റേക്കി നമുക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ തക്ക രീതിയിൽ നമുക്ക് റേക്കി ബോക്സിൽ ഒരു പേപ്പറിൽ ചില സിമ്പിളുകൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് എന്താണോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യം എഴുതി വെച്ചുകൊണ്ട് നമ്മൾ റേക്കി എനർജി ഫോക്കസ് ചെയ്തുകൊണ്ട് എനർജി കൊടുത്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്ക് എളുപ്പം നമുക്ക് സാധ്യമാക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ തെറ്റായിട്ടുള്ളതും മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കുമെങ്കിലും നമ്മൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഇത്തരം ബോക്സിൽ മാത്രമല്ല, ഇതിന്റെ തിയറി എന്താന്ന് പറഞ്ഞാൽ ആകർഷണ നിയമം തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു തിയറി മാത്രമാണിത്. പക്ഷെ നമ്മളത് കൃത്യമായിട്ട് ഒരു റേക്കി ബോക്സിൽ നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മുടെ ആവശ്യം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ആഗ്രഹങ്ങളെ ആ ആവശ്യങ്ങളെ നമ്മളൊരു പേപ്പറിൽ എഴുതി നമ്മൾ എനർജി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് പകരം അവിടെ എനർജി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്ക് അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ റേക്കി പ്രാക്ടീസ് ചെയ്തുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ റേക്കി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ച ആളുകൾ തന്നെ ഫസ്റ്റും സെക്കൻഡും തേർഡും മാസ്റ്റർ ഡിഗ്രി ഒക്കെ എടുത്ത ആളുകൾ വിളിച്ചിട്ട് പറയാറുണ്ട്, അവർ പരാജയപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യമില്ല, നിർഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഉണ്ട്. ഗൾഫിൽ നിന്നൊക്കെ വിളിച്ചിട്ട് ഒരു സ്ത്രീ പറയുന്നു, ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണെന്ന്. അപ്പോ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവര് നിർഭാഗ്യവാന്മാരായി പോകുന്നതിന്റെ കാരണം, അവർക്ക് ഭാഗ്യം കിട്ടാതെ പോകുന്നതിന്റെ കാരണം റേക്കിയില് പറയുന്ന ഒരു 5 പഞ്ചശീല തത്വങ്ങൾ, ഒരു 5 ശീലങ്ങളുണ്ട്. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ പഞ്ചശീലങ്ങളില് പറയുന്ന ആ കാര്യങ്ങള് പല ആളുകളും ഫോളോ ചെയ്യില്ല, അവരത് മറന്നുപോകും. അതൊന്നും അവർക്ക് ആവശ്യമില്ല. ഞാനിതെല്ലാം പഠിച്ചെടുത്തു കഴിഞ്ഞാല് ഇതിലെ ചില താന്ത്രിക സിമ്പലുകളോ ഒക്കെ അല്ലെങ്കിൽ അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ആ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അത് പരിഹരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്തേക്കാണ് പല ആളുകളും റേക്കി പഠിക്കുന്നത്. റേക്കിയെ ഉൾക്കൊള്ളുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ റേക്കിയെ റേക്കി എന്താണ്? റേക്കി നമ്മുടെ സ്വയം നമ്മളെ രൂപപ്പെടുത്തുകയാണ്. സ്വയം ഒരു വ്യക്തി ജന്മനാ തന്നെ അവന് തന്നെ ചിലപ്പോൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടാവും, ദൂഷ്യ രീതികളുണ്ടാവും, ചിന്തകളുണ്ടാവും, നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടാവും, നെഗറ്റീവ് തോട്ട്സ്, പലതരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവന്റെ സ്വഭാവത്തെ രൂപീകരിക്കുകയാണ്. സ്വഭാവ രൂപീകരണമാണ് ഈ റേക്കി പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ റേക്കി പഠിച്ചത് കൊണ്ടായില്ല, റേക്കി ആചരിക്കണം. റേക്കി മാത്രമല്ല, ഒരു ധ്യാനം ചെയ്യുമ്പോഴും യോഗ ചെയ്യുമ്പോഴും ഒക്കെ അത് കൃത്യമായ രീതിയിൽ ആചരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിന് തക്കതായിട്ട് നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല ആളുകളും റേക്കി പഠിച്ചു എന്ന് പറയും, പക്ഷേ അവര് സത്യം, ധർമ്മം, നീതി, അവര് മറ്റുള്ളവരോടുള്ള സഹിഷ്ണുതാപരമായിട്ടുള്ള പെരുമാറ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എളിമ, തെളിമ, തനിമ, ഇതൊക്കെ ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കാതെ അവനിത് പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പോ സ്വർണമാണെങ്കിലും വൈഡൂര്യാണെങ്കിലും കിട്ടേണ്ട കയ്യിൽ കിട്ടിയാൽ മാത്രമേ അത് ഗുണപരമാവുള്ളൂ. അല്ലാത്തവന് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതെന്താണെന്ന് അത് മനസ്സിലാക്കി, അതിന്റെ വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവന് മാത്രമേ അത് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു 5 സെന്റ് സ്ഥലത്ത് മാത്രം ഒരു ഭൂമി വെച്ച് ജീവിച്ചവന്, ഒരു കുടിൽ കെട്ടി ജീവിച്ചവന് 1 ഏക്കർ സ്ഥലം കിട്ടിയതുകൊണ്ട് ആയില്ല.
അവൻ ആ 5 സെന്റിലെ ജീവിതം ജീവിക്കാനേ അവൻ ശ്രമിക്കുകയുള്ളൂ. അവന് ഈ 1 ഏക്കർ സ്ഥലം നിങ്ങൾക്ക് വെറുതെ തരാമെന്നൊരു വ്യക്തി പറഞ്ഞാൽ പോലും അവന്റെ മനസ്സിലൊരു ഭയമായിരിക്കും. ഞാൻ ഇത് കൊണ്ട് എന്ത് കാണിക്കും, എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ലോട്ടറി എടുത്താൽ ലോട്ടറി അടിച്ചാൽ ഞാൻ ഇത്രയും കോടി രൂപ എന്ത് ചെയ്യും എന്ന് മനസ്സിൽ ഭയത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരക്കാർക്കൊന്നും പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അപ്പോ ഇവിടെ റേക്കിയെ സംബന്ധിച്ച് റേക്കി ഭാഗ്യം തരുന്നതല്ല, ഭാഗ്യം തരും, ഭാഗ്യം കൊണ്ടുവരപ്പെടുന്നതാണ്. അത് യൂണിവേഴ്സായിട്ട് തരുന്നതാണ്. യൂണിവേഴ്സായിട്ട് നിങ്ങൾ കണക്റ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. അതിനുള്ള ചില പഞ്ചശീല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചശീല തത്വങ്ങൾ നമ്മൾ ആചരിക്കണം. അതിന്റെ ദിനചര്യകളിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും വളരെ സസൂക്ഷ്മം നമ്മൾ അതിനെ നിരീക്ഷിച്ച് നമ്മൾക്ക് വേണ്ടതിന് വേണ്ടിയുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഏറ്റവും ഫസ്റ്റ് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ സ്മരിക്കുകയും നന്ദിയോടെ സ്മരിക്കുകയും അതുപോലെ ഗുരുക്കന്മാരെ സ്മരിക്കുകയും ഒക്കെ നല്ലത് ചെയ്യുകയും നല്ലത് പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം തനിയെ വരും. ഇതെല്ലാം ഒരു നിരീക്ഷണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് നിങ്ങൾക്ക് ഏതെല്ലാം തരത്തിലാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനും സാധിക്കും. പിന്നെ റേക്കിയിൽ തന്നെ റേക്കി പഠിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ട ആ തിയറി നമ്മൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം നമ്മൾ റേക്കി സെൽഫായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥനയും ജപവും ധ്യാനവും അതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ നമ്മൾക്ക് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് സമ്പത്ത് ആകർഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾക്കൊരു ജോലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ചില സിമ്പിളുകളെല്ലാം നമ്മൾ വരച്ച് റേക്കി ബോക്സ് എന്നൊക്കെ പറയും. അത്തരം കാര്യങ്ങളിലൂടെ നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിച്ചേരും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ റേക്കി എനർജി ഒരു ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് റേക്കി ബോക്സിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് എനർജി കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് പകരം നമ്മളവിടെ ചില സിമ്പിളുകളെല്ലാം ടാപ്പ് ചെയ്തിട്ട് അതിനകത്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് വെക്കുന്നത്. അതെല്ലാം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആകർഷണ നിയമത്തിൽ പറയുന്ന പോലെ നമ്മൾ എന്താണോ കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്താണോ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിരന്തരമായിട്ട് നിങ്ങൾ ഒരു സംഗതിയെപ്പറ്റി ചിന്തിക്കുന്നു, സ്വപ്നം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും. അത് നല്ലതായാലും കെട്ടതായാലും വന്നു ചേരുന്നത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോഴും നല്ലത് പറയുമ്പോഴും നല്ലത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ ആ സത്ത നിങ്ങളിലേക്ക് കൂടുതൽ വരികയും അതനുസരിച്ച് നിങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. റേക്കി പഠിച്ചതുകൊണ്ട് മാത്രമാവില്ല, അത് നമ്മൾ കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുകയും അതിനെ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ നല്ല റിസൾട്ടും ഈ പറഞ്ഞ മാതിരി നമ്മൾക്ക് ഭാഗ്യത്തെ ഉണ്ടാക്കി എടുക്കാനും സാധിക്കുകയുള്ളൂ.